ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഒരു വഴിക്ക് പോവാണ്. ബാക്കിൽ ഒരാളുണ്ട്. ഉറക്കം പകുതി. ഞാനാകെ ഞാനെപ്പോഴും ഉറക്കണം കയറോ 12:30. 1:30, 2:30, 3:30 3 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഒരുത്തനന്മാരെ കാത്തിക്കാണ്. ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ഓനാണ് തുടക്കക്കാരൻ. ഓൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടണില്ല, പൈസ കഴിഞ്ഞാണ്. ഓനെ പെരേന്ന് ഉണർത്തി ഞങ്ങള്. പോണത് നമ്മളെ പുത്തമ്പള്ളി പെരുമ്പടപ്പ് നേർച്ചയാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. ഉറക്കായതുകൊണ്ട് എത്രത്തോളം സൗണ്ട് കൊണ്ടൊന്നും അറിയില്ല. പുറത്ത് വലിഞ്ഞു പോകാൻ പറ്റുന്നത് കാണാം. ഗൈസ്, അങ്ങനെ നീണ്ട ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മള് പുത്തമ്പള്ളി മക്കാമിലെത്തി. കുറച്ച് വരികളൊക്കെ ഉള്ളു, ഒക്കെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ എന്താ വെച്ചാൽ 2.5 മണിക്കൂറൊന്നും ഇവർക്ക് യാത്രയില്ല. നമ്മള് പോകുന്നത് തിരൂർ കൂടെ ആയി പോയി. അപ്പൊ അതിലിങ്ങനെ ചുറ്റി വഞ്ഞ് പോകുന്നോണ്ട് നമുക്ക് കുറച്ച് ദൂരമായി. പിന്നങ്ങനെ പോന്നു. പിന്നെ ഇവിടെ എത്തി. മക്കാമൊക്കെ സന്ദർശിച്ചു, സിയാറത്തൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇതിന്റെ ഇടയിൽ നമ്മള് സുബഹിസ്കരിച്ചാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർത്തി. അരികളും ചോറുണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ, ചോറൊക്കെ ഇങ്ങനെ തകൃതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. വരികള് ഏകദേശം റോട്ടിലെത്തി. പിന്നെ നമ്മളും വരിയൊക്കെ നിന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ ചായ കുടിച്ചു. ഇപ്പൊ അങ്ങനെ നമ്മള് ചോറൊക്കെ വാങ്ങി. നല്ലോണം ചോറൊക്കെ കിട്ടി. ഒരു ചാക്ക് ചോറും ആയിട്ട് കൊറേ കാലത്തിന് ശേഷം കേട്ടോ നമ്മളിപ്പോ പോണത്. കോരപ്പുളൊന്നുമില്ല ഗൈസ്, എന്താ അറിയില്ല. അങ്ങനെ വീണ്ടും ഞങ്ങള് കാലി കുടിച്ചിരുന്നു. മറ്റൊരു ചാല് കുടിച്ചില്ല. എന്നപ്പോ കാലി കുടിച്ചാൻ വേണ്ടി നിർത്തി. അപ്പൊ ഒരു കാലിമാടെ കുടിക്കട്ടെ. ഇങ്ങനെ പോണടിയിൽ കുറച്ച് മക്കാമുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സന്ദർശിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് യാത്രയാക്കാം. പൊറാട്ട, കടലക്കറി, ചായ 70 നാണി 50. നമുക്കൊന്നും വേണ്ട, നിങ്ങളൊന്നും പറയും. നമ്മള് വെള്ളം നിറച്ചത്, വെള്ളം കുടിച്ച പൊറാട്ട വെള്ളം രാവിലെ കുടിച്ചാൽ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിറങ്ങി. ഇനി നേരെ വീണ്ടും യാത്രയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോരുന്ന വഴിക്കൽ തന്നെ കുറെ മക്കാമുകളുണ്ട്. മുനമ്പത്ത്, ഉമ്മർക്കാലി, സൂറത്ത് നിന്നൊപ്പാപ്പാരെ ഒലവാക്കി, പിന്നെ കുഞ്ഞാലി അങ്ങനൊരു മക്കാമുണ്ട്. നമുക്ക് കിട്ടിയില്ല, മുന്നേ പോയിന് ഓർമ്മയില്ല. പിന്നെ പൊന്നാനി സേന്തി മക്തൂം, അങ്ങോട്ട് നമ്മളെ പൊന്നാനി പള്ളി, അവിടെയൊക്കെ പോയി. അപ്പൊ ആദ്യം ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോകുന്നത് പോരുന്ന വഴിക്കൽ തന്നെ സൂറത്തേക്കാണ് കയറി. സൂറത്ത് ഉപ്പാപ്പ എന്ന് പറഞ്ഞ വെളിയങ്കോട് ഉമ്മർക്കാലി മറവെട്ടെടുക്കുന്നതിന് നേരെ ബാക്കിലാണ്. ആരും വല്ലാതെ ശ്രദ്ധിക്കലില്ല എന്ന് തോന്നുന്നു എനിക്ക്. കാരണം നമ്മൾ വെളിയങ്കോട് പോകുമ്പോൾ ഉമ്മർക്കാലിൻ്റെ അങ്ങോട്ട് കയറും, ഖബറ് കയറും, സിയാറത്ത് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങനെ പോരും. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവില്. ഞാനൊക്കെ പൊതുവെ ആദ്യം അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് നേരെ ബാക്കിലോട്ട് പോയാൽ അതിൽ കയറി നമ്മളെ മൂത്രപ്പേരൻ്റെ അങ്ങനെ സൈഡിലൂടെ പോയാൽ നമുക്ക് ഈ മക്കാമുകൾ കാണാം. അവിടെ ഒരുപാട് മക്കാമുണ്ട്. സൂറത്ത് ഉപ്പാപ്പാന്റെ മക്കളും പേരമക്കളും അങ്ങനെ അറിയണ എൻ്റെ ഓർമ്മ കേട്ടോ. പിന്നെ നമ്മള് ചരിത്രം കാര്യങ്ങളൊന്നും നമ്മൾ ശരിക്കും നമ്മളിതിൽ പറയണില്ല. കാരണം ഒന്ന് പറയണമെങ്കിൽ തന്നെ ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ വേറെ നെറ്റിലും കാര്യങ്ങളും അടിച്ചാൽ തന്നെ കിട്ടും. പിന്നെ അവിടുന്ന് നേരെ അടുത്ത സിയാറത്ത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നേരെ ഞങ്ങൾ പോകുന്നത് മുനമ്പത്ത് ബീവിന്റെ അടുത്തേക്കാണ്. മുനമ്പത്ത് ബീവിന്റെ അടുത്തേക്ക് ഇപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ റോഡ് വന്നാരെ ഇങ്ങനെ തിരിഞ്ഞ് ഇറങ്ങി കുറച്ച് പോരാണ്ട്. എന്നാലും ഞങ്ങൾ അവിടെ പോയി.
അവിടെയും കുറച്ചു നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. നേരെ അവിടെ കടലിൽ നിന്ന് പോയി 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ ഇങ്ങനെ പോകുന്നത് എടുക്കാം പൊന്നാനിയിലും അവിടെ പോവാന്ന്. അതും അതേമാതിരി കുറച്ച് ഉള്ളിൽ കൂടെ പോയി സർവീസ് റോഡ് ഇറങ്ങണം, മറ്റൊടത്ത് നിന്ന് കയറണം ഇറങ്ങണം, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലെ ഉള്ളിൽ കൂടെ ഒക്കെ തിരികെ പോയി ഏതായാലും അവിടെ എത്തി. അവിടെ അതേപോലെ നമ്മള് മേലെ ദർസ് നടക്കണ മേലെ അങ്ങോട്ട് കയറി, ഏറ്റവും ടോപ്പിലേക്ക് കയറി. ഇതൊരു നമ്മളൊരു അത്ഭുതമാണ്. ഒരു തടി കൊണ്ടുണ്ടാക്കിയ പള്ളി എന്നാണ് ഇവർക്ക് വിശേഷിക്കുന്നത്. പിന്നെ എത്രയോ പണ്ഡിതന്മാര് ഇറങ്ങി ദർസ് പഠിച്ച് വിദ്യാഭ്യാസം നേടി ഇറങ്ങിയ ഒരു പള്ളി. പല പ്രത്യേകതകളും ഉണ്ട്. നമ്മളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ മതം സ്വീകരിക്കുന്ന പള്ളി, പിന്നെ അതേപോലെ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കുന്ന അങ്ങനത്തെ ഒരു പള്ളി അറിയപ്പെടുന്ന കുറെ ഇതുണ്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊന്നും ഇപ്പൊ നമ്മൾ വിശദീകരിക്കണില്ല. അപ്പൊ അവിടെ അതേമാതിരി മേലെ കയറി ഏറ്റവും ടോപ്പിലൊക്കെ കയറി അവിടെ നിന്ന് ഇതിനെ സിയാറത്തൊക്കെ ചെയ്ത് അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലെത്തിയപ്പം തന്നെ സമയമായി, ഉച്ചയായി. പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ പോന്നു കേട്ടോ. അതിന് പോരുന്ന ഇടയിൽ തന്നെ പെങ്ങൾക്ക് കുറച്ച് ചോറ് കൊടുത്തു, നമ്മളെ ചങ്ങായിക്ക് കൊടുത്തു. പിന്നെ ഓലൊക്കെ നേരെ ഓരോരുത്തര് വീട്ടിലിറങ്ങി സലാം പറഞ്ഞ് ഓല പിരിഞ്ഞു. ഞാൻ വീട്ടിലെത്തിയ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ നമുക്ക് കല്യാണത്തിന്റെ കുടുംബത്തില് കല്യാണം ഉണ്ടായി, അതിന്റെ ബിരിയാണി അത് കഴിച്ചു. ചോറ് അപ്പോഴവിടെ കഴിച്ചു, തിന്നിട്ടില്ല. ഇനി വൈകുന്നേരം തിന്നെഴുതി എന്നോട് എടുത്തുവെച്ച്. പിന്നെ അവിടെ നിന്നാരെ വേറെ ആർക്കും കൊടുക്കാണ്ടായി ചോറ് അവിടെ ഒക്കെ കൊടുത്ത് എല്ലാവർക്കും എത്തിച്ച്. നമ്മളെ പരമാവധി ലിമാന്റെ അടുത്തോടൊക്കെ സാധനം എത്തിച്ചു. നമുക്ക് ചാക്കല്ലേ കിട്ടുള്ളൂ, അതിനുള്ളത് എല്ലായിടത്തേക്കും എത്തിച്ചു. അപ്പൊ അൽഹംദുലില്ലാ റാഹത്തായി. കുറെ കാലത്തിന് ശേഷം ഏതായാലും അങ്ങനെ പോയി റാഹത്തായി. മറ്റുള്ള കാര്യമായിട്ടാണ് പറഞ്ഞു, എല്ലാരും റാഹത്തായി. അപ്പൊ ഇതന്നെ ഇന്നത്തെ വ്ളോഗ് ഒരു സിയാറത്ത് വ്ളോഗായിരുന്നു. അപ്പം എന്താ പറയാ, ഫസ്റ്റായിട്ട് വ്ളോഗിന് ആൾക്കാർ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തൊപ്പം കൂടാ. അടുത്ത നല്ല വീഡിയോയിൽ വരാം. നമ്മളെ കണ്ടന്റുകൾ ഇനി നമ്മളിങ്ങനെ തുടർന്ന് വരണം എന്ന് കരുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓരോരോ കണ്ടന്റുകളായിട്ട് വരും. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അതുപോലെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.